ലോകത്ത് നടക്കുന്ന നിലവിലെ യുദ്ധങ്ങളെയും സംഘർഷങ്ങളെയും കുറിച്ച് ആശങ്കയുണ്ടാകുന്നത് തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ ബൈബിളിന്റെയും പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിന്റെയും അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ നിലവിലെ യുദ്ധം മൂന്നാം ലോക മഹായുദ്ധമല്ലെന്നും അത് അധികനാൾ നീണ്ടുനിൽക്കില്ലെന്നും വ്യാഖ്യാനിക്കാൻ ചില കാരണങ്ങളുണ്ട്. ബൈബിൾ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനുള്ള കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. അർമഗെദ്ദോൻ യുദ്ധത്തിനുള്ള സമയമായിട്ടില്ല. വെളിപ്പാട് പുസ്തകം 16:16 പരാമർശിക്കുന്ന ലോകത്തിലെ അവസാനത്തെ വലിയ യുദ്ധമാണ് അർമഗെദ്ദോൻ. എന്നാൽ ഈ അന്തിമ യുദ്ധം നടക്കുന്നതിന് മുൻപ് ചില പ്രധാന സംഭവങ്ങൾ ലോകത്ത് നടക്കേണ്ടതുണ്ടെന്ന് ബൈബിൾ പറയുന്നു. എതിർ ക്രിസ്തുവിന്റെ ഉദയം. വെളിപ്പാട് 13 പറയുന്നത് പോലെ ലോകത്തെ മുഴുവൻ സാമ്പത്തികമായും രാഷ്ട്രീയമായും നിയന്ത്രിക്കുന്ന ഒരു ആഗോള ഭരണാധികാരിയും ഭരണ സംവിധാനവും നിലവിൽ വരണം. നിലവിൽ അത്തരമൊരു ആഗോള ഏകീകൃത ഭരണകൂടം ഇല്ലാത്തതിനാൽ ഇപ്പോഴത്തെ യുദ്ധങ്ങളെ വെളിപ്പാടിലെ അന്തിമ യുദ്ധമായി കണക്കാക്കാനാവില്ല. ഇത് വെറും യുദ്ധശ്രുതികൾ മാത്രം. വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനങ്ങളെ മനസ്സിലാക്കാൻ മത്തായി 24 അധ്യായം കൂടെ വായിക്കേണ്ടതുണ്ട്. മത്തായി 24 അധ്യായം 6 വാക്യത്തിൽ യേശുക്രിസ്തു കൃത്യമായി പറയുന്നു, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ഭ്രമിച്ചു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. നിലവിലെ യുദ്ധങ്ങൾ ഈ വചനത്തിന്റെ പൂർത്തീകരണമായി വേണം കാണാൻ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങൾ ഉണ്ടാകുമെങ്കിലും അവ ലോകാവസാനത്തിന്റെയോ അന്തിമ യുദ്ധത്തിന്റെയോ ലക്ഷണങ്ങളല്ല, മറിച്ച് വെറും ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്. മഹോപദ്രവകാലം ആരംഭിച്ചിട്ടില്ല. വെളിപ്പാട് പുസ്തകം 7 വർഷം നീണ്ടുനിൽക്കുന്ന ഒരു മഹോപദ്രവകാലത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഈ സമയത്താണ് ലോകത്തൊരു വ്യാജ സമാധാന കരാർ ഉണ്ടാകുന്നതും പിന്നീട് അത് ലംഘിക്കപ്പെട്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതും. ഈ പ്രവചനപരമായ സമയക്രമത്തിലേക്ക് ലോകം പൂർണ്ണമായി കടന്നിട്ടില്ല എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ട് ഈ യുദ്ധം അധികനാൾ നീണ്ടുനിൽക്കില്ല? ദൈവിക ഇടപെടലല്ല, ഭൗമരാഷ്ട്രീയമാണ്. നിലവിലെ യുദ്ധങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി, അധികാരം, വിഭവങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ള മനുഷ്യരുടെ ഭൗമരാഷ്ട്രീയ ജിയോ പൊളിറ്റിക്കൽ തർക്കങ്ങളാണ്. വെളിപ്പാടിൽ പറയുന്നത് പോലുള്ള അന്തിമ ന്യായവിധിയല്ല ഇത്. മനുഷ്യരുടെ യുദ്ധങ്ങൾക്ക് സാമ്പത്തികവും സൈനികവുമായ പരിമിതികളുള്ളതിനാൽ അവ പെട്ടെന്ന് അവസാനിക്കാൻ സാധ്യതയുണ്ട്. ദൈവത്തിന്റെ നിയന്ത്രണം. ലോക ചരിത്രവും രാജ്യങ്ങളുടെ അതിരുകളും ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അന്തിമ യുദ്ധം അർമഗെദ്ദോൻ നടക്കുമ്പോൾ യേശുക്രിസ്തു നേരിട്ട് ഇടപെടുകയും ഒറ്റ വാക്കുകൊണ്ട് അത് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുകയും ചെയ്യുമെന്നാണ് വെളിപ്പാട് 19 പറയുന്നത്. അതിനു മുൻപുള്ള സാധാരണ യുദ്ധങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടലുകൾ കൊണ്ട് അവസാനിക്കും. ചുരുക്കത്തിൽ ബൈബിൾ കാഴ്ചപ്പാടിൽ നിലവിലെ യുദ്ധങ്ങൾ അന്തിമ ലോകമഹായുദ്ധമല്ല, മറിച്ച് ചരിത്രത്തിൽ എക്കാലത്തും ഉണ്ടായിട്ടുള്ളതുപോലെയുള്ള അധികാര പോരാട്ടങ്ങൾ മാത്രമാണ്. വെളിപ്പാട് പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ലോകം ഉറ്റുനോക്കുന്നതുമായ ചില പ്രവചനങ്ങളും ലക്ഷണങ്ങളുമുണ്ട്. മൃഗത്തിന്റെ അടയാളം അഥവാ 666. വെളിപ്പാട് പുസ്തകം 13 അധ്യായത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് ലോകത്ത് നിലവിൽ വരുന്ന ഒരു സാമ്പത്തിക രാഷ്ട്രീയ നിയന്ത്രണ സംവിധാനമാണിത്. സാമ്പത്തിക നിയന്ത്രണം. വലം കൈയിലോ നെറ്റിയിലോ ഈ അടയാളമില്ലാത്ത ആർക്കും ഒന്നും വാങ്ങാനോ വിൽക്കാനോ കഴിയില്ല. അതായത് ലോകത്തെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും ഒരു കേന്ദ്രീകൃത സിസ്റ്റത്തിന് കീഴിലാകും. ഡിജിറ്റൽ കറൻസികളിലേക്കും ക്യാഷ്ലെസ് സമൂഹത്തിലേക്കുമുള്ള ഇന്നത്തെ മാറ്റങ്ങളെ ഇതിന്റെ ഒരു മുന്നൊരുക്കമായി പലരും കാണുന്നുണ്ട്. സംഖ്യയുടെ അർത്ഥം. ബൈബിളിൽ 7 എന്നത് ദൈവത്തിന്റെ പൂർണ്ണതയെ സൂചിപ്പിക്കുമ്പോൾ 6 എന്നത് മനുഷ്യന്റെ സംഖ്യയാണ്. 666 എന്നത് മനുഷ്യന്റെയും സാത്താന്റെയും പരമവാവധിയിലുള്ള ഭരണത്തെയും ദൈവത്തിനെതിരെയുള്ള തികഞ്ഞ മത്സരത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ലോകാവസാനത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. സൈൻസ് ഓഫ് ദി എൻഡ് ടൈംസ്. വെളിപ്പാട് പുസ്തകത്തിലെ മുദ്രകൾ, സീൽസ്, കാഹളങ്ങൾ, ട്രംപറ്റ്സ്, കലശങ്ങൾ, ബോൾസ് എന്നിവ പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളിലൂടെ ഈ ലക്ഷണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങളും യുദ്ധങ്ങളും. ഭൂകമ്പങ്ങൾ, ക്ഷാമം, പകർച്ചവ്യാധികൾ എന്നിവ ലോകത്ത് വർദ്ധിക്കും. വെളിപ്പാട് 6 അധ്യായത്തിലെ 4 കുതിരക്കാർ, 4 ഹോഴ്സ്മെൻ, ലോകത്ത് വരാനിരിക്കുന്ന യുദ്ധം, ക്ഷാമം, മരണം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഏകീകൃത ലോക ഭരണകൂടവും മതവും. ലോകത്തെ മുഴുവൻ ഒറ്റ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരുന്ന ഒരു ഭരണാധികാരിയും എതിർ ക്രിസ്തു. അവനെ ആരാധിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു വ്യാജ പ്രവാചകനും, ഫോൾസ് പ്രൊഫറ്റ്, എഴുന്നേൽക്കും.
ലോകരാഷ്ട്രങ്ങൾ തങ്ങളുടെ അധികാരം ഈ ഭരണാധികാരിക്ക് വിട്ടുകൊടുക്കും. ഇസ്രായേലിന്റെ പ്രാധാന്യം. ബൈബിൾ പ്രവചനങ്ങളുടെ എല്ലാം കേന്ദ്രം ഇസ്രായേലാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടന്നിരുന്ന യഹൂദന്മാർ തിരികെ ഇസ്രായേലിലെത്തിയതും അവിടെ മൂന്നാമതൊരു ദേവാലയം, തേർഡ് ടെമ്പിൾ പണിയാനുള്ള അവരുടെ ഒരുക്കങ്ങളും അന്ത്യകാല പ്രവചനങ്ങളുടെ ഏറ്റവും നിർണായകമായ നാഴികക്കല്ലുകളാണ്. ബൈബിൾ പ്രവചനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വിശ്വാസികൾ വലിയ പ്രത്യാശയോടെ കാത്തിരിക്കുന്നതുമായ ഒരു സംഭവമാണ് സഭയുടെ എടുക്കപ്പെടൽ അഥവാ റാപ്ചർ. യേശുക്രിസ്തു തന്റെ വിശ്വാസികളെ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായി രഹസ്യമായി വരുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. റാപ്ചറിനെക്കുറിച്ച് ബൈബിൾ നൽകുന്ന വ്യക്തമായ വിവരങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. 1. എന്താണ് സഭയുടെ എടുക്കപ്പെടൽ? യേശുക്രിസ്തു ഭൂമിയിലേക്ക് കാൽകുത്തുകയില്ല, മറിച്ച് ആകാശമേഘങ്ങളിൽ വരികയും തന്നിൽ വിശ്വസിക്കുന്നവരെ അവിടേക്ക് ആകർഷിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് റാപ്ചർ. ഈ സമയം ലോകത്തിലുള്ള മറ്റാർക്കും യേശുവിനെ കാണാൻ സാധിക്കില്ല. ഇത് പെട്ടെന്ന് കണ്ണിമ വെട്ടുന്ന സമയത്തിനുള്ളിൽ നടക്കുന്ന ഒരു അത്ഭുത സംഭവമായിരിക്കും. 2. അടിസ്ഥാന വചനങ്ങൾ. റാപ്ചറിനെ കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്ന 2 പ്രധാന ഭാഗങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. 1 തെസ്സലോനിക്കർ 4:16-17 വരെ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടുകൂടെ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ ആകാശപ്പരപ്പിലേക്ക് എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. 1 കൊരിന്ത്യർ 15:51-52 വരെ. ഇതാ, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയുന്നു. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എങ്ങനെയാണിത് സംഭവിക്കുന്നത്? റാപ്ചർ പ്രധാനമായും 2 ഘട്ടങ്ങളായാണ് സംഭവിക്കുക. മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പ്. ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവരുടെ ശരീരങ്ങൾ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും അവർക്കൊരിക്കലും നശിച്ചു പോകാത്ത തേജസ്സുള്ള പുതിയ ശരീരം, ഗ്ലോറിഫൈഡ് ബോഡി ലഭിക്കുകയും ചെയ്യും. ആ സമയത്ത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾ മരിക്കാതെ തന്നെ പെട്ടെന്ന് പുതിയ ശരീരത്തിലേക്ക് രൂപാന്തരപ്പെടുകയും മരിച്ചവരോടൊപ്പം ആകാശത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. എപ്പോഴാണിത് സംഭവിക്കുന്നത്? പെട്ടെന്നുള്ള വരവ്. ഇത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് കൃത്യമായ തീയതിയോ സമയമോ ബൈബിൾ പറയുന്നില്ല. ഇത് രാത്രിയിൽ കള്ളൻ വരുന്നത് പോലെ ആരും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും. മത്തായി 24:43-44 വരെ. അതിനാൽ എപ്പോഴും ഒരുങ്ങിയിരിക്കാനാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത്. മഹോപദ്രവത്തിനു മുൻപ്, പ്രീ ട്രിബുലേഷൻ. 7 വർഷം നീണ്ടു നിൽക്കുന്ന വലിയ കഷ്ടകാലം, ട്രിബുലേഷൻ, ഭൂമിയിൽ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായിരിക്കും സഭയുടെ എടുക്കപ്പെടൽ നടക്കുന്നത് എന്നാണ് ഭൂരിഭാഗം ബൈബിൾ പണ്ഡിതന്മാരും വിശ്വസിക്കുന്നത്. 5. എന്തിനാണ് സഭയെ എടുക്കുന്നത്? ദൈവക്രോധത്തിൽ നിന്നുള്ള വിടുതൽ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ന്യായവിധികൾ ലോകത്തിലേക്ക് വരുന്നതിനു മുൻപ് തന്റെ മക്കളെ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം സഭയെ മാറ്റുന്നത്. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനായ യേശു എന്ന് 1 തെസ്സലോനിക്കർ 1:10 പറയുന്നു. സ്വർഗത്തിലെ വാസസ്ഥലം. യോഹന്നാൻ 14:1-3 വരെയിൽ യേശു പറഞ്ഞതുപോലെ താൻ ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലങ്ങളിലേക്ക് വിശ്വാസികളെ കൊണ്ടുപോകാനാണ് അവിടുന്ന് വരുന്നത്. ചുരുക്കത്തിൽ, റാപ്ചർ എന്നത് ഭൂമിയിൽ വരാനിരിക്കുന്ന ഭയാനകമായ ന്യായവിധികളിൽ മഹോപദ്രവകാലം നിന്നുള്ള രക്ഷപ്പെടലും ക്രിസ്തുവിനോടൊപ്പം നിത്യമായി ആയിരിക്കാനുള്ള തുടക്കവുമാണ്.